ഡൽഹിയിൽ കനത്ത മഴ മുന്നറിയിപ്പാണ്. വരും മണിക്കൂറുകളിൽ ഇന്ത്യ ഗേറ്റ്, ITO, ഹോസ്ഖാസ് പ്രദേശങ്ങളിലടക്കം കനത്ത മഴയ്ക്കാണ് സാധ്യത. പുലർച്ചെ പെയ്ത മഴയിൽ നഗരത്തിൽ കനത്ത വെള്ളക്കെട്ട്. ശാന്തിപട്ട്, മോത്തി നഗർ, നൌറോജി നഗർ, ബികാജി ഖാമ പ്ലേസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗതാഗത കുരുക്കുമുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? ആര്യ, ഇപ്പോഴും കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ സ്ഥിതിഗതികൾ കുറച്ചധികം ഭേദപ്പെട്ടിട്ടുണ്ട്. കാരണം പുലർച്ചെ പെയ്ത മഴ അത് തോർന്നു, അതിനുശേഷം ഈ ഗതാഗതക്കുരുക്കടക്കം ഒഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടതെല്ലാം തന്നെ ഇപ്പോൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ ഗതാഗതക്കുരുക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടോ ഇപ്പോൾ എവിടെയും ഇല്ല. പക്ഷേ മഴ ഇനിയും പെയ്തു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളതാണ് നിലവിലുള്ള വിലയിരുത്തൽ. അതിനനുസരിച്ച് തന്നെ ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഇന്നും നാളെയും കനത്ത രീതിയിലുള്ള മഴയുണ്ടാകും, പ്രത്യേകിച്ചും ഈ നഗരപ്രദേശങ്ങളിൽ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പുണ്ട്. പുലർച്ചെയായിരുന്നു ഈ വിൻഡോ റോഡ്, ശാന്തിപത്ത്, പ്രധാനമായിട്ടും കോൺവെന്റ് പ്ലേസ് അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയത്. കനത്ത മഴയെ തുടർന്ന് പിന്നീട് വാഹനങ്ങളടക്കം പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ മഴ തോർന്നതിന് ശേഷമായിരുന്നു സ്ഥിതിഗതികൾ സാധാരണ നിലയിലായത്. അതുകൊണ്ട് നിലവിൽ ഡൽഹിയിൽ വലിയ പ്രശ്നമില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. സ്ഥിതികൾ കുറച്ച് പ്രശ്നമായിട്ടുള്ളത്, ഗുരുതരമായി തുടരുന്നത് മഹാരാഷ്ട്രയിലാണ്. പൂനെയിലും അതുപോലെ തന്നെ മുംബൈയിലും. പൂനെയിൽ ഇപ്പോഴും തന്നെ നദികൾ ഈ അപകട സൂചിക്ക് മുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ സ്കൂളുകൾക്കും അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മരണം 6-ലെത്തിയിട്ടുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സും NDRFും ചേർന്ന്. അതിനപ്പുറത്തേക്ക് ഉത്തരേന്ത്യയിൽ ഡൽഹിയിൽ വലിയ പ്രശ്നമില്ല. ഹിമാചൽ പ്രദേശിലും കനത്ത മഴ ഇന്നലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി മിന്നൽ പ്രളയം വന്ന് ഈ മണാലിയിലേക്കുള്ള ദേശീയ പാത അതിപ്പോൾ അടച്ചിരിക്കുകയാണ്. അവിടെയുള്ള അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴില്ല എന്ന് പറയാൻ സാധിക്കും. ശരി.